ഡൽഹിയിൽ വിവിധയിടങ്ങളിൽ ബോംബ് ഭീഷണി. ഡൽഹി എയർപോർട്ട്, സ്കൂളുകൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഇമെയിൽ വഴി ഭീഷണി സന്ദേശം ലഭിച്ചു. പോലീസ് വ്യാപക പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ബോംബ് ഭീഷണി തലസ്ഥാനത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി ഇത്തരത്തിൽ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നിലവിൽ നടത്തിയിട്ടുള്ള പരിശോധനകൾ പ്രകാരം വ്യാജ ബോംബ് ഭീഷണികളാണ് ലഭിച്ചത് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ തുടർച്ചയായി ഡൽഹിയിലെ സ്കൂളുകൾക്കും ഒപ്പം എയർപോർട്ട്, മറ്റ് സ്ഥാപനങ്ങൾക്കും നേരെ ബോംബ് ഭീഷണികൾ തുടർച്ചയായി നേരത്തെ ഇമെയിൽ സന്ദേശം വഴി ലഭിച്ചിരുന്നു. അതെല്ലാം പരിശോധനയ്ക്ക് ശേഷം വ്യാജമാണെന്ന് കണ്ടെത്തുകയും പിന്നീട് ഡിജിറ്റൽ ഉപകരണങ്ങളിലൂടെ നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഈ വ്യാജ സന്ദേശങ്ങൾ അയച്ച ആളുകളെ പിടികൂടുകയും ചെയ്തിരുന്നു. നിലവിൽ ഡൽഹിയിലെ സ്കൂളുകൾ, ഒപ്പം എയർപോർട്ട്, മറ്റ് സ്ഥാപനങ്ങളുമാണ് ബോംബ് വെച്ച് തകർക്കുമെന്ന ഭീഷണി സന്ദേശം ഇമെയിൽ വഴി ലഭിച്ചത്. തുടർന്ന് വ്യാപകമായിട്ടുള്ള പരിശോധന നിലവിൽ പോലീസ് നടത്തിയിട്ടുണ്ട്. സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും, പക്ഷേ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം ലഭിച്ചതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വ്യാപക പരിശോധന നടത്തുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.